ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളുടെ ക്ലെയിം റിജക്റ്റ് ആയി. അതിൻ്റെ കാരണം എന്താ നോക്കിയപ്പോൾ കണ്ടത് 18 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു സർജറി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചില്ല. ഇത് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. അതായത് ഒരു 10-15 വർഷം മുമ്പുള്ള ഹോസ്പിറ്റലൈസേഷൻ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പലരും പറയാറില്ല. അതിൻ്റെ കാരണം ഒന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി ഇത് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ 99% കേസിലും ഇൻഷുറൻസ് കമ്പനി ഇത് കണ്ടുപിടിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനും വഴിയല്ല, നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററി എല്ലാം ഡോക്ടറോട് പറയണം. ഡോക്ടർ ഇതെല്ലാം റിപ്പോർട്ടിൽ എഴുതും. ഈ റിപ്പോർട്ടാണ് നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പം ആ റിപ്പോർട്ടും നമ്മുടെ പ്രപ്പോസൽ ഫോമും തമ്മിൽ ഇൻഷുറൻസ് കമ്പനി ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അവേ ആ ക്ലെയിം റിജക്റ്റ് ചെയ്യും. അതിന് പഴയ ഹോസ്പിറ്റലൈസേഷനും ഇപ്പോഴത്തെ ഹോസ്പിറ്റലൈസേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ല ഇൻഷുറൻസ് എടുത്തത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ആ ക്ലെയിം റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി നമുക്ക് പഴയ ഹോസ്പിറ്റലൈസേഷൻ ഡോക്യുമെൻറ്റ്സ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്ത് ഡിക്ലറേഷൻ കൊടുത്താൽ മതി. മിക്കപ്പോഴും അണ്ടർ റൈറ്റേഴ്സ് അത് കൺസിഡർ ചെയ്യാറുണ്ട്. അത് കൺസിഡർ ചെയ്തിട്ടാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഭാവിയിൽ നമുക്ക് ക്ലെയിം റിജക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ഹെൽത്ത് ഹിസ്റ്ററി എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെ പോളിസി എടുക്കുക.